അടുത്തത് മീനക്കൂറാണ്. പുരുരുട്ടാതി കാല് അവസാനത്തെ ഒരു പാദം, ഉത്രട്ടാതി രേവതി ഈ നക്ഷത്രങ്ങളാണ് മീനക്കൂറിൽ വരുന്നത്. ഏതാണ്ട് ഏഴര ശനി എന്നാണ് പറയുക. 7.5 വർഷക്കാലത്തോളം ശനി 12-ലും ലഗ്നത്തിലും 2-ാം ഭാവത്തിലും നിൽക്കുന്ന കാലത്തിനാണ് 7.5 ശനി എന്ന് പറയുന്നത്. അതിൽ ലഗ്നത്തിൽ ശനി വരുന്ന ആ ഒരു 2.5 വർഷക്കാലം എന്നുള്ളത് തന്നെയാണ്. ആ കാലത്താണ് 7.5 ശനിയും കണ്ടകശനിയും കൂടെ ഒന്നിച്ച് വരുന്നത്. ഈ രേവതി നക്ഷത്രക്കാർക്ക്, ഈ മീനക്കൂറുകാർക്ക് കണ്ടകശനിയുടെ മൂർധന്യമായിട്ടുള്ള കാലമാണ്, അതിൻ്റെ മധ്യത്തിലാണ് എന്നുള്ളത് ഓർമ്മ വേണ്ടതാണ്. അതിന് ഈ 2.5 വർഷക്കാലത്തേക്ക് വ്യത്യാസങ്ങളൊന്നും വരില്ല. എങ്കിൽ പോലും അതിൻ്റെ ഗുണവും നമുക്ക് അതായത് ഗുണം എന്ന് പറയുന്നത് അവനവനെ കൂടുതൽ ഉത്തരവാദിത്വ ബോധത്തോടു കൂടി പ്രവർത്തിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒന്നാണ് ഈ ശനി. ചിലപ്പോൾ അധ്വാനം ഭാരം കുറച്ച് കൂടുമായിരിക്കാം, എങ്കിലും ഉത്തരവാദിത്വം നമുക്ക് സ്വയം ബോധ്യപ്പെടുകയും ആ ഉത്തരവാദിത്വത്തോടു കൂടി പ്രവർത്തനങ്ങൾ വേണ്ട രീതിക്ക് ചെയ്യാൻ സാധിക്കുകയും ചെയ്യും. അതുപോലെ തന്നെ ഈ 5-ാം ഭാവത്തിലേക്ക് വ്യാഴം വരിക, അവിടെ ബുധനും ശുക്രനും യോഗം ചെയ്യുക, ഇത് ഈ പറയുന്ന സ്ട്രെസ്സിനും ഒക്കെ കുറേ കുറവ് വരുത്തും എന്ന് മാത്രമല്ല, നല്ല അധ്വാനം ചെയ്യുന്നതിൻ്റെ ഫലം കിട്ടാനും സാധിക്കും. വിദ്യാഭ്യാസ മേഖലയിലും അതുപോലെ ഗവേഷണ മേഖല, ഇതിലൊക്കെ അധ്യാപനം, കലാപരമായിട്ടുള്ള സൃഷ്ടിപരമായിട്ടുള്ള കാര്യങ്ങൾ, കൗൺസിലിംഗ്, ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ധനപരമായിട്ടുള്ള കാര്യങ്ങൾ, ആസൂത്രണം അല്ലെങ്കിൽ അതിൻ്റെ വിനിയോഗം, ഇങ്ങനെയുള്ള മേഖലകളിലൊക്കെ ജോലി ചെയ്യുന്നവർക്ക് വിശേഷമായിട്ടുള്ള നേട്ടം ഈ കാലത്ത് പറയാവുന്നതാണ്. ധനപരമായിട്ട് നിക്ഷേപങ്ങൾ, വിദ്യാഭ്യാസം, അതുപോലെ ഈ ബൗദ്ധിക കർമ്മങ്ങൾ വഴി, അതായത് ഗവേഷണവും മറ്റുമൊക്കെ ചെയ്ത് അങ്ങനെയുള്ള മേഖലകളിൽ പ്രവർത്തിച്ച് ഉണ്ടാകുന്ന നേട്ടം, ധനാഗമ മാർഗം ഉണ്ടാകും. അതുകൊണ്ട് ആ വഴിക്കുള്ള ധനാഗമങ്ങൾ, ആ ജോലി ചെയ്യുന്നവർക്ക് ധനാഗമം ഉണ്ടാകുന്നതാണ്. എന്നാൽ ഊഹക്കച്ചവടം മുതലായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്, ഊഹക്കച്ചവടം, അത് മറ്റേ പലതിലും ഊഹക്കച്ചവടമുണ്ട്, എല്ലാ കമ്മോഡിറ്റികളിലും ഉണ്ടല്ലോ, അതുപോലെ തന്നെ ഷെയറിലും മറ്റുമൊക്കെ ഉണ്ട്. ഇതിലൊക്കെ ചെയ്യുന്നത് റിസ്ക് ഒഴിവാക്കി ചെയ്യേണ്ടതാണ്. നഷ്ടം സംഭവിക്കാനുള്ള ഒരു സാധ്യത കാണുന്നു. ആരോഗ്യപരമായിട്ട് പൊതുവേ കണ്ടകശനിയും 7.5 ശനിയാണ് ലഗ്നത്തിൽ ജനി നിൽക്കുന്നു. അതുകൊണ്ട് തന്നെ വാദസംബന്ധമായിട്ടുള്ള രോഗങ്ങളോ സന്ധി തേയ്മാനം അങ്ങനെയുള്ള കാര്യങ്ങൾ, സന്ധിക്ക് വേദന മുതലായിട്ടുള്ള കാര്യങ്ങൾ, നീര് ഉണ്ടാവുക, കാലുകൾക്ക് പേശീബലം കുറയുക, ഇങ്ങനെയുള്ള ചില ആരോഗ്യ പ്രശ്നങ്ങൾ സ്ഥിരമായിട്ട് തന്നെ ഉണ്ടാകാം. അത് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. കുടുംബ വിഷയങ്ങളിൽ അനുകൂലം തന്നെയാണ്. മക്കളുമായിട്ട് ബന്ധപ്പെട്ടും കുടുംബമായിട്ട് ബന്ധപ്പെട്ടും പല സന്തോഷ വർത്തമാനങ്ങളും കേൾക്കാനിടയാവും. അതുകൊണ്ട് തന്നെ കുടുംബത്തിൽ സമാധാനവും സന്തോഷവും നിലനിൽക്കും. ഇവർക്ക് പഞ്ചാക്ഷര മന്ത്രം ജപിക്കുക വളരെ നല്ലതാണ്. നിത്യേന പഞ്ചാക്ഷര മന്ത്രം നമഃശിവായ എന്ന് പറയുന്ന 5 അക്ഷരത്തോടു കൂടിയ ശിവമന്ത്രം നിത്യേന ജപിക്കുന്നത്, ധ്യാനിക്കുന്നത് എന്ന് പറയട്ടെ, അത് ചെയ്യുന്നത് വളരെ നല്ലതാണ്. അതുപോലെ ശനിദോഷം കുറയാൻ വേണ്ടിയിട്ട് ശനിക്ഷേത്രത്തിലോ അഥവാ ശാസ്താക്ഷേത്രത്തിലോ ദർശനം നടത്തുക, യഥാശക്തി വഴിപാടൊക്കെ നടത്തുന്നതും അനുകൂലമായിട്ടുള്ള കാര്യമാണ്. നമസ്കാരം.